കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഈ റവയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് മതി ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ആ 1 കപ്പ് മൈദയിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് ഈ ഫോക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഉപ്പും മൈദയും കൂടി ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല്, പശുവിൻ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ 1/2 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചതോടൊപ്പം തന്നെ നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി വേണം ഇതിലേക്ക്. എങ്കിലും നമ്മളെ മാവ് നമ്മൾ വിചാരിച്ച അതേ കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. റവയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം റവ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അലിഞ്ഞു ചേരും, കട്ടയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇനി നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. നമ്മൾ ആ ഓയിൽ തിളക്കുന്നൊരു സമയം ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒന്ന് ചൂടാകുന്ന ടൈമുണ്ടല്ലോ, ആ ടൈം വെച്ചാൽ മതിയാവും. ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മളെ എണ്ണ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മളെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നെയ്യപ്പൊക്കെ ചുടുന്ന പോലെ തന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കൊന്ന് എണ്ണ ഒന്ന് തെളിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ പൊങ്ങി വരും. അതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ വേവിച്ചെടുക്കുക. ഈ ഒരു കളറിലാണ് നമുക്ക് വേണ്ടത്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ. ഇനി ഇത് 2 ഭാഗവും നമുക്ക് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഓരോ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ നെയ്യപ്പം ചുടുന്ന പോലെ തന്നെ, കൂടുതലായിട്ടൊന്നുമില്ല. പക്ഷേ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും പാല് ചേർത്തത് കൊണ്ട്. പിന്നെ സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരികയില്ല. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോഴേ ഇത് പൊങ്ങി വരികയുള്ളൂ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോഴേ ഇതൊന്ന് പൊങ്ങി വരികയുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല, എന്നാലും ഇത് നന്നായിട്ട് വീർത്ത് വരും. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ശരിക്കും വീർത്ത് വരുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക ഫ്രൈ ചെയ്യുന്ന സമയത്ത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. പിന്നെ ഇത് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് പൊട്ടിച്ച് നോക്കാം, ഇതിൻ്റെ ഉൾവശം എങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. നമ്മൾ നെയ്യപ്പത്തിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. ഇനി നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴും നമുക്ക് 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. റവയും മൈദയും പാലും നമ്മളെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെ നന്ദി.